ഹലോ ഫ്രണ്ട്സ്, ഷാർജ ഷേക്ക് തയ്യാറാക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരു കൊച്ചു കുട്ടി വരെ ഇപ്പോൾ ഷാർജ ഷേക്ക് തയ്യാറാക്കിയെടുക്കും. നമുക്കെന്നാലും വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാനിവിടെ 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു പഴം എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ നല്ല പോലെ കട്ടിയാക്കി തണുപ്പിച്ചെടുത്ത പാലുമുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആദ്യം പഴം ഇട്ട് കൊടുക്കാം. 2 പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സർ ജാറിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പഴവും പഞ്ചസാരയും നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിലോട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്ത പാല് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 പീസ് കട്ട് ചെയ്തിട്ട് പാലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ഒരു 5 രൂപയുടെ പാക്കറ്റിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് വേണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്തി കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. 30 രൂപയുണ്ടെങ്കിൽ ഒരു വീട്ടിലെ 3 പേർക്ക് വളരെ ഈസി ആയിട്ട് ഷാർജ ഷേക്ക് തയ്യാറാക്കി കഴിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വാനിലയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടോ അതുപോലെ കപ്പലണ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഷാർജ ഷേക്ക്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.